ഞാൻ പറയുന്നത് ലേറ്റ് ആക്കണോ കേൾക്കണത്? ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ചെറിയൊരു ഡിലേ ഉണ്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ ബാച്ച് 2-ലെ മത്സരാർത്ഥികളുടെ പേരെന്ന് പറയാനേ. റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓക്കെ സർ. ബാച്ച് 2-ലെ മത്സരാർത്ഥികളുടെ പേര് പറയാണ്. ഈ ക്രമത്തിലായിരിക്കും നമ്മളിനി ഫസ്റ്റ് റൗണ്ട് പോവുക. ഒന്നാമത്തെ ആള് നൗഷാദ് ഇ പി, 2 ദിൽജിത്ത്, 3 നിക്സൺ, 4 ഷിദാദ്, 5 സുനിൽ കുമാർ, 6 സാബിർ, 7 ഷിബിൻ, 8 പ്രിസ്ലി, 9 അനീഷ് പാലക്കാട്, 10 സച്ചിൻ ദേവ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നൗഷാദ് ഇ പി, റെഡിയാണോ? ഓക്കെ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഡെക്കാൻ ചാർജേഴ്സ് IPL കിരീടം നേടിയ വർഷം ഏത്? ഡെക്കാൻ ചാർജേഴ്സ് IPL കിരീടം നേടിയ വർഷം ഏത്? 2009. 2009. ഇപ്പൊ ഡയറക്റ്റ് 10 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. ഇന്നലെ ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് മൊത്തം 4 റൗണ്ടുകളാണുള്ളത്. അതിൽ ആദ്യത്തെ 2 റൗണ്ട് പാസിംഗ് റൗണ്ട് ആണ്. തുടർന്നുള്ള 3-4 റൗണ്ടുകൾ ഡയറക്റ്റ് ചോദ്യം ചോദിച്ച് ഉത്തരം പറയുന്ന റൗണ്ടാണ്. ഒരു ഉത്തരത്തിന് ശരി ഉത്തരം നൽകിയാൽ 10 പോയിന്റാണ്. പാസിംഗിലൂടെ ഉത്തരം പറഞ്ഞാൽ 5 പോയിന്റാണ്. പിന്നെ ചോദ്യം ചോദിക്കുമ്പോൾ മുതൽ മൈക്ക് ഓൺ ആക്കുക. ചോദ്യം പറഞ്ഞതിന് ശേഷം ഉത്തരവും പറഞ്ഞതിന് ശേഷം മാത്രമേ മൈക്ക് ഓഫ് ആകാവുള്ളൂ. ഇത്തരം കാര്യങ്ങളാണ് നിയമങ്ങളായിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ നിലവിൽ 3 പേരെയാണ് അടുത്ത റൗണ്ടിലേക്ക് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ടൈം വന്നാലും ഇതിന്റെ കാര്യങ്ങളൊക്കെ ആ സമയത്ത് പറയാം. ഇപ്പൊ രണ്ടാമത്തെ ആളിലേക്ക് പോവാണ്. ഇപ്പൊ നിലവിൽ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് നൗഷാദ് ഇ പി. രണ്ടാമത്തെ ആളിലേക്ക് പോവാണ്. രണ്ടാമത്തെ ആള് ദിൽജിത്ത്. റെഡിയാണോ? റെഡിയാണ് ചേട്ടാ. ദിൽജിത്ത് റെഡിയാണ്? റെഡിയാണ്. ചോദ്യമാണ് ആദ്യ IPL സീസണിലെ പ്ലെയർ ഓഫ് ദി സീരീസ് ആരായിരുന്നു? ആദ്യ IPL സീസണിലെ പ്ലെയർ ഓഫ് ദി സീരീസ് ആരായിരുന്നു? ദ്രാവിഡ്. അല്ല, ഉത്തരം തെറ്റാണ്. നമുക്ക് മൂന്നാമത്തെ ആളിലേക്ക് പാസിംഗ് നടത്താൻ. നിക്സൺ ഉത്തരം അറിയാം. പെട്ടെന്ന് പറയണേ, പാസിംഗ് ചോദ്യത്തിന് ഒരുപാട് സമയമില്ല. ബ്രണ്ടമക്കലം. അടുത്ത ആളിലേക്ക് പോവാണ്. ഷിദാദ് ഉത്തരം അറിയോ? ഷോൺ മാർഷ് അല്ല. അടുത്ത ആളിലേക്ക്, അഞ്ചാമത്തെ ആള് സുനിൽ കുമാർ ഉത്തരം അറിയോ? സുനിൽ കുമാർ കേൾക്കുന്നുണ്ടോ? സുനിൽ കുമാർ കേൾക്കുന്നുണ്ടോ? സുനിൽ കുമാർ കേൾക്കുന്നുണ്ടോ? ഓക്കെ, അടുത്ത ആളിലേക്ക് പോവാണ്. സാബിർ കേൾക്കുന്നുണ്ടോ? ഹലോ, സുനിൽ കുമാറാണോ? പെട്ടെന്ന് പറഞ്ഞു, ഉത്തരം പറഞ്ഞോ. കേൾക്കണ്ടോ? ഷെയ്ൻ വോൺ ആണോ? അല്ല, ഉത്തരം തെറ്റാണ്. അടുത്ത ആൾ സാബിർ. കേട്ടില്ല. സോഹേൽ തൻവീർ അല്ല. അടുത്ത ആള് ഷിബിൻ. അറിയില്ല. അറിയില്ല. പ്രിസ്ലി. കേൾക്കാമോ? അല്ല, കേൾക്കാമോ എന്നാ ചോദിച്ചത്. ഞാൻ പറയും. മനീഷ് പാണ്ഡെ. കേൾക്കാം പറഞ്ഞു. മനീഷ് പാണ്ഡെ. കേൾക്കാം. അല്ല, ഉത്തരം തെറ്റാണ്. ഉത്തരം തെറ്റാണ്. അടുത്ത അനീഷ് പാലക്കാട്. അല്ല, ഉത്തരം തെറ്റാണ്. സച്ചിൻ ദേവ്. ഉത്തരം അറിയോ? സച്ചിൻ ദേവ്.
സച്ചിന്റെ ഉത്തരം അറിയോ? മൈക്ക് ഓൺ ആക്കണം സച്ചിൻ. സച്ചിൻ ഉത്തരം അറിയോ? ഇല്ല, സച്ചിൻ മൈക്ക് ഓൺ ആക്കണ്ട്. ഒന്നാമത്തെ നൗഷാദ് പി ഉത്തരം അറിയോ? ഷെയ്ൻ വാട്സൺ. നൗഷാദ് പി മൈക്ക് ഓൺ ആക്കോ? നൗഷാദ് പി ഉത്തരം അറിയോ? ഷെയ്ൻ വാട്സൺ. ഷെയ്ൻ വാട്സൺ ഉത്തരം ശരിയാണ്. ഷെയ്ൻ വാട്സൺ. ഇപ്പൊ ഡയറക്റ്റ് ഉത്തരം ശരിയാണ്. ഷെയ്ൻ വാട്സൺ ഉത്തരം ശരിയാണ്. ശരിയാണ്. പാസിംഗ് ആയതുകൊണ്ട് തന്നെ 5 പോയിന്റാണ് ലഭിക്കുന്നത്. ഉത്തരം ശരിയാണ്. ഓക്കെ, അപ്പൊ അടുത്ത ഡയറക്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. ഇപ്പൊ ചോദിച്ചത് ദിൽജിത്തിനോടാണ്. അടുത്ത ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നിക്സൺ. റെഡിയാണോ നിക്സൺ? റെഡിയാണ്. ഓക്കെ, ചോദ്യതാണ് ആദ്യ IPL സീസണിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ആദ്യ IPL സീസണിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? രാഹുൽ ദ്രാവിഡ്. രാഹുൽ ദ്രാവിഡ് ഉത്തരം ശരിയാണ്. ഡയറക്റ്റ് 10 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. താങ്ക് യു. അടുത്തയാള് ഷിദാദ്. ഷിദാദ് റെഡിയാണോ? റെഡിയാണ്. ചോദ്യമാണ് IPL ഉദ്ഘാടന മത്സരത്തിൽ ആകെ എത്ര ടീമുകൾ പങ്കെടുത്തിരുന്നു? IPL ഉദ്ഘാടന മത്സരത്തിൽ ആകെ എത്ര ടീമുകൾ പങ്കെടുത്തിരുന്നു? 8. 8 ഉത്തരം ശരിയാണ്. ഷിദാന് ഡയറക്റ്റ് 10 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. അടുത്ത 5-ാമത്തെ ആള് സുനിൽ കുമാർ പാലക്കാട്. റെഡിയാണോ സുനിൽ കുമാർ? ഓക്കെ സർ. ചോദ്യമാണ് 2024 IPL സീസണിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആരായിരുന്നു? 2024 IPL സീസണിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആരായിരുന്നു? വിരാട് കോഹ്ലി. അല്ലല്ല, ഉത്തരം തെറ്റാണ്. അടുത്തയാളിലേക്ക് പോവാണേ. അടുത്തയാൾ പെട്ടെന്ന് ഉത്തരം പറയണേ. സുനിൽ കുമാർ കഴിഞ്ഞ് സാബിർ പെട്ടെന്ന് ഉത്തരം പറയണം കേട്ടോ, സമയമില്ല. സാബിർ മൈക്ക് ഓൺ ആക്കണേ. സുനിൽ നരൻ. കേട്ടില്ല. സുനിൽ നരൻ സുനിൽ നരൻ ഉത്തരം ശരിയാണ്. ഉത്തരം ശരിയാണ്. പാസിംഗ് ചോദ്യം ആയതുകൊണ്ട് തന്നെ 5 പോയിന്റാണ് ലഭിക്കുന്നത്. ഇതിന്റെ ഉത്തരം പറഞ്ഞിരിക്കുന്നത് സാബിർ, 5 പോയിന്റ്. ഓക്കെ, അടുത്ത ചോദ്യം സാബറിനോട് തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. റെഡിയാണോ? റെഡിയാണ്. ഓക്കെ, ചോദ്യമാണ് IPL കിരീടം നേടിയ ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റൻ ആര്? IPL കിരീടം നേടിയ ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റൻ ആര്? MS ധോണി. MS ധോണി ഉത്തരം ശരിയാണ്. ഡയറക്റ്റ് ചോദ്യം ആയതുകൊണ്ട് തന്നെ 10 പോയിന്റ് ലഭിക്കും. അടുത്ത ആള് സാബർ കഴിഞ്ഞ ആള് ഷിബിൻ. റെഡിയാണോ ഷിബിൻ? ഉണ്ട്. അതെ. ചോദ്യമാണ് IPL ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഡോട്ട് ബോളുകൾ എറിഞ്ഞ താരമാര്? IPL ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഡോട്ട് ബോളുകൾ എറിഞ്ഞ താരമാര്? പ്രവീൺ താംബെ. അല്ല, ഉത്തരം തെറ്റാണ്. അടുത്തയാളിലേക്ക് പോവാണ്. ഷിബിൻ കഴിഞ്ഞ അടുത്തയാള് പ്രിസ്ലി. റെഡിയാണോ പ്രിസ്ലി? ഉത്തരം പറയണേ. കേൾക്കാമോ? ഹലോ, പറഞ്ഞു. മലിംഗ. ലസിത് മലിംഗ. അല്ല, ഉത്തരം തെറ്റാണ്. അടുത്ത ആളിലേക്ക് പോവാണ്. ഉത്തരം പറയണേ, പെട്ടെന്ന് പറയണേ. അനീഷ് പാല. ഭുവനേശ്വർ കുമാർ. ഓക്കെ, ശരിയാണ്. അനീഷ് പെട്ടെന്ന് ബൈക്ക് ഓണാക്കണം കേട്ടോ. ഉത്തരം ശരിയാണ്. ഞാൻ പറഞ്ഞ പെട്ടെന്ന് മൈക്ക് ഓണാക്കണേ. ചോദ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇപ്പം പെട്ടെന്ന് തന്നെ മൈക്ക് ഓണാക്കാൻ ശ്രമിക്കണേ. ഭുവനേശ്വർ കുമാർ ഞങ്ങൾ ആര് പറഞ്ഞാലും സുജിത്ത് ലേറ്റ് ആയിട്ടാണ് കേൾക്കുന്നത്. സുജിത്തേട്ടന്റെ വോയിസിൽ നല്ല ഡിലേ വരുന്നുണ്ട്. എന്റെ പ്രശ്നം
സുജിത്തെ നിന്റെ റേഞ്ചിന് എന്തോ പ്രശ്നമുണ്ടടാ. എന്നാ ഞാനെന്നേ left ആയിട്ട് കയറി വരാം. എന്നാ ഞാനിപ്പോ സുഹൃത്ത് ലെഫ്റ്റ് ആയിട്ട് കയറി വാ സുഹൃത്ത്. ലെഫ്റ്റ് ആയിട്ട് കയറി വരാം. പാല പാല ഇപ്പോൾ ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? ആണാണ്. ഓക്കെ. സുഹൃത്തേട്ടാ ഞാൻ ഷാവലാണേ. പിന്നെ ഇപ്പൊ ചോദിച്ച ക്വസ്റ്റ്യനിൽ ചെറിയൊരു കൺഫ്യൂഷൻ അത് ചില നേരത്തെ അതിന്റെ ഉത്തരം അർദ്ധത്തിങ് കാണുന്നുണ്ടല്ലോ. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ലാസ്റ്റത്തേക്ക് ചർച്ച ചെയ്യാം. ഓക്കെ. ിലേക്ക് പോകാം. ഇപ്പൊ നിലവിലെ ചോദ്യം ആരാണ് ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഇപ്പൊ ലാസ്റ്റ് ആരോടാണ് ചോദിച്ചത്? എൻ്റെ അടുത്താണ് ഷിബിൻ. ഷിബിന്റെ അടുത്തായിരുന്നു ഡയറക്ട് ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ. അതെ 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 ഡയറക്ട് അതെ. ക്വസ്റ്റ്യൻ അല്ലായിരുന്നോ? ഓക്കെ. അടുത്ത ആണോ? റെഡി അല്ലേ? സുജിത്തെ ചോദിക്കുന്ന റേഞ്ച് പോണു നിന്റെ. ഓക്കെ. ചോദ്യം ഇതാണ്. ഭയങ്കര ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫുൾ റേഞ്ച് കിട്ടുന്നില്ല. എടാ അത് ആരോ മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ട്. മറ്റാരോ മൈക്ക് ഓൺ ആണെന്ന് തോന്നുന്നു. ആരോ പ്രേസ്ലി എന്ന് പറഞ്ഞിട്ടുള്ള ആള് മൈക്ക് ഓൺ ആണ്. എന്നോടാ ചോദ്യം ചോദിക്കേണ്ടത്, എന്നോടാ, അതുകൊണ്ട് ഓണാക്കി. അല്ല, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും വ്യക്തതക്കുറവോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ നല്ല റേഞ്ച് ഉള്ളിടത്താണ് ഇരിക്കുന്നത്, അതാ ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ കുഴപ്പമില്ലടാ. ഇപ്പൊ നീ ചോദിച്ചത് clear ക്ലിയർ ഉണ്ട്. ആണ്. ഇപ്പൊ ഇപ്പൊ ക്ലിയർ ആണ്. കണ്ടിന്യൂ ചെയ്തോ. അങ്ങനെ ചോദ്യം ചോദിക്കുകയാണ്. പ്രസ്ലിയോടാണ് ചോദ്യം. 2011 IPL സീസണിൽ 2011 IPL സീസണിലാണ് IPL സീസണിലേക്ക് പുതിയതായിട്ട് 2 ടീമുകൾ കടന്നു വന്നത്. ഏതൊക്കെയാണ് ആ 2 ടീമുകൾ? 2011 സീസണിലെ IPL സീസണിലേക്ക് പുതിയതായിട്ട് കടന്നു വന്ന 2 ടീമുകൾ ഏതൊക്കെ? ഹലോ, കേൾക്കാമോ? പറഞ്ഞു. കൊച്ചിൻ ടസ്കേഴ്സ്, പൂനെ വാരിയേഴ്സ്. കൊച്ചിൻ ടസ്കേഴ്സും പൂനെ വാരിയേഴ്സും കറക്റ്റ് ആണ് ആൻസർ. ഡയറക്റ്റ് 10 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. അടുത്തയാൾ അനീഷ് പാലക്കാട്. റെഡിയാണോ? റെഡിയാണ്. ഓക്കെ. ചോദ്യമാണ്, IPL ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ തവണ പ്ലെയർ ഓഫ് ദി സീരീസ് കരസ്ഥമാക്കിയ താരമാണ്. IPL ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ തവണ പ്ലെയർ ഓഫ് ദി സീരീസ് കരസ്ഥമാക്കിയ താരമാണ്. സീരിയസ് അല്ലേ? 5 സെക്കൻഡ് ആണ്. ധോണി. ഓക്കെ, ടൈം കഴിഞ്ഞ്. അടുത്തയാളിലേക്ക് പാസിംഗ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തയാൾ സച്ചിൻ ദേവ്. റെഡിയാണോ? ഉത്തരം പറയണേ. സച്ചിൻ
സച്ചിൻ കേൾക്കാൻ പറ്റുന്നുണ്ടോ? സച്ചിൻ ഇല്ല. സച്ചിൻ റെസ്പോണ്ട് ചെയ്തില്ലോ, ആരും കേട്ടില്ലല്ലോ. ഞാൻ എന്തിന് റേഞ്ചിന്റെ പ്രശ്നമാണെന്ന് അറിയില്ല. ഇല്ല, റെസ്പോണ്ട് ചെയ്തില്ല. ഓക്കെ, അടുത്ത ആള് നൗഷാദ് ഇ പി. സുനിൽ നാരായൺ. സുനിൽ നാരായൺ ഉത്തരം ശരിയാണ്. നൗഷാദ് ഇ പി 5 പോയിന്റ് പാസിംഗ് ക്വസ്റ്റ്യൻ ആണ്ട് 5 പോയിന്റ് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ സച്ചിനോട് തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സച്ചിൻ കേൾക്കുന്നുണ്ടോ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സച്ചിൻ കേൾക്കുമോ? കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. ഓക്കെ, നമ്മളിപ്പോ നിലവിൽ ഒരു റൗണ്ട് പൂർത്തിയായി. ഇനി ആരോടും ചോദിക്കാനില്ലല്ലോ. ഫസ്റ്റ് റൗണ്ടിൽ ഇനി ആരോടും ക്വസ്റ്റ്യൻ ചോദിക്കാനില്ലല്ലോ. ഇല്ല, ഒരു റൗണ്ട് പൂർത്തിയായി. ഇനി നേരെ റിവേഴ്സ് ഓർഡറിൽ വരെയാണ്. സച്ചിനോട് തന്നെ ആയിരുന്നു അടുത്ത ചോദ്യവും. സച്ചിന് ഒരിക്കൽ കൂടി കേൾക്കുന്നുണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്യോ? സച്ചിൻ ഇതിലില്ല തോന്നുന്നു. ഓക്കെ, നേരത്തെ പ്രസന്റ് വിളിച്ചപ്പോ ഉണ്ടായിരുന്നു, ഇപ്പൊ എന്തോ. ഓക്കെ, അനീഷ് പാലക്കാട് റെഡിയാണോ? അടുത്ത ചോദ്യം അനീഷ് പാലക്കാട്. റെഡിയാണ്. ചോദ്യം ഇതാണ്: IPL ഏറ്റവും കൂടുതൽ ഹലോ ആ കേൾക്കുന്നുണ്ടോ? സച്ചിനെ കേൾക്കാം. ഓക്കെ. ഞാന് ഇത് ജോയിന്റ് ആയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കുന്നുണ്ട്, പക്ഷെ ഞാൻ പറയുന്നത് എനിക്ക് കേൾക്കുന്നുണ്ടായില്ല. അതാണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, സച്ചിന് ചോദിക്കാം. ഇപ്പൊ നിലവില് ചോദ്യം അനീഷ് പാലക്കാട്. കേൾക്കണം. അനീഷ് പാലക്കാട് കേട്ടിരുന്നോ ക്വസ്റ്റ്യൻ? ഇല്ലാട്ടോ, കേട്ടില്ല. പറഞ്ഞില്ല. IPL ഏറ്റവും കൂടുതൽ ഓവറുകൾ എറിഞ്ഞ താരമാര്? IPL ഏറ്റവും കൂടുതൽ ഓവറുകൾ എറിഞ്ഞ താരം ആര്? സുനിൽ നാരായൺ. ഉത്തരം തെറ്റാണ്. അടുത്തയാളിലേക്ക് പോവാണ്. അടുത്തയാള് പ്രിസ്ലി. റെഡിയാണോ? ഉത്തരം പറയാമോ? പ്രിസ്ലി ഉത്തരം ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, പ്രിസ്ലി നമ്മളിപ്പോ റിവേഴ്സ് ഓർഡറിലാണ്. അതുകൊണ്ട് നിങ്ങളുടെ തൊട്ട് മുമ്പ് ചോദിച്ച ആളുടെ പുറകിൽ നിന്നായിരിക്കും ചോദിക്കുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. പ്രിസ്ലി കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അതിന്റെ ഉത്തരം അറിയോ? ഓക്കെ, അടുത്ത ആളിലേക്ക് പോവാണ്. സമയം കഴിഞ്ഞു. 5 സെക്കൻഡ്. ഷിബിൻ. അശ്വിൻ ഉത്തരം ശരിയാണ്. ഓക്കെ, പാസിംഗ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് 5 പോയിന്റ് ആണ് ലഭിക്കുന്നത്. അടുത്ത ചോദ്യം സച്ചിനോടാണ്. സച്ചിന് നേരത്തെ ഒരു ചോദ്യം നഷ്ടപ്പെട്ടിരുന്നു. അപ്പൊ സച്ചിനോട് തന്നെ തിരിച്ച് ഒരു ചോദ്യം ചോദിക്കുകയാണ്. സച്ചിൻ കേൾക്കുന്നുണ്ടോ? സച്ചിൻ കേൾക്കുന്നുണ്ടോ? സച്ചിൻ ഓക്കെ, വീണ്ടും എന്തോ ടെക്നിക്കൽ പ്രശ്നമായി. ഓക്കെ, ഇനി സച്ചിനിലേക്ക് തിരിച്ചു വരില്ല. അടുത്ത ആളിലേക്ക് പോവാണ്. പ്രിസ്ലി, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. പ്രിസ്ലി, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ചോദ്യം ഇതാണ്: ഏറ്റവും കൂടുതൽ തവണ IPL കിരീടം നേടിയ ടീമിന്റെ ഭാഗമായ 2 താരങ്ങളിൽ ഒരാളാണ് രോഹിത് ശർമ്മ. രണ്ടാമത്തെ താരം ആരാണ്? ഒരിക്കൽ കൂടി ചോദ്യം: ഏറ്റവും കൂടുതൽ തവണ IPL കിരീടം നേടിയ ടീമിന്റെ ഭാഗമായ 2 താരങ്ങളിൽ ഒരാളാണ് രോഹിത് ശർമ്മ. രണ്ടാമത്തെ ആളാരാണ്? ധോണി. MS ധോണി. അല്ല, ഉത്തരം തെറ്റാണ്. അടുത്ത ആളിലേക്ക് പോവേ. അടുത്തയാള് ഷിബിൻ. അറിയോ?
ബൂമ്ര. ബുംറ അല്ല. സാബിർ ഹാർദിക് പാണ്ഡെ. അല്ല. സുനിൽ കുമാർ പാലക്കാട്. ലസിത് മലിംഗയാണ്. അല്ല. സിദാദ്. ബോൾട്ട്. അല്ല. നിക്സൺ. ഉണ്ടോ? കേൾക്കാം. നിക്സൺ. മൈക്ലാസി. ഇത് ക്ലിയർ ആയില്ല നമ്മുടെ മൈക്ലാസി. അല്ല. നൗഷാദ് പി. ഹലോ, കേൾക്കുന്നില്ലേ? നൗഷാദ്. ഹാർദിക് പാണ്ഡ്യയാണോ? ഹാർദിക് പാണ്ഡ്യ. അല്ല. സച്ചിൻ ദേവ് ഉണ്ടോ? സച്ചിൻ ദേവ് ഇല്ല. അനീഷ് പാലക്കാട്. സുജിത്തോട്ട് അപ്പൊ എന്നോട് ചോദിച്ചിട്ടില്ല. ദിൽജിത്തിനോട് ചോദിച്ചില്ലേ? സോറി ദിൽജിത്ത് പറയട്ടോ. സോറി മിസ്സായിപ്പോയതാണ്. ദിൽജിത്തിന് ആരെങ്കിലും പറഞ്ഞു? വിരാട് കോഹ്ലി. അല്ല. സച്ചിൻ ഉണ്ടോ? ഇല്ല. അനീഷ് പാലക്കാട് ഉണ്ടോ? അനീഷ്. സുരേഷ് റൈന. അല്ല. അപ്പൊ ആരും ഉത്തരം പറയില്ല. ഓഡിയൻസിന് ആർക്കെങ്കിലും ഉത്തരം അറിയോ? ഓഡിയൻസിന് ആർക്കെങ്കിലും ഉത്തരം അറിയോ? അമ്പാട്ടി റൈഡു. പരിഹരിച്ച് നോക്കാം കേട്ടോ. അമ്പാട്ടി റായിഡു ആണ് ഉത്തരം. എനിക്ക് കിട്ടിയ സോഴ്സിൽ അമ്പാട്ടി റായിഡു ആണ് ഉത്തരം. എന്തെങ്കിലും ചോദ്യത്തിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പ്രിസ്ലി ഡയറക്റ്റ് ചോദിച്ചാണ്. നമുക്ക് ആ സമയത്ത് വേണ്ട തിരുത്തുകൾ വരുത്താം. ഓക്കെ. സച്ചിൻ ദേവ് ഇടയ്ക്കിടക്ക് വീഡിയോ ഓൺ ആക്കുന്നുണ്ട് കേട്ടോ, പക്ഷെ മ്യൂട്ടാണ്. ആരുടെയാണ്? സച്ചിൻ ദേവ്. ഷിബിൻ റെഡിയാണ്? ഷിബിൻ റെഡിയാണ്. ഷിബിനോടുള്ള ചോദ്യം ഇതാണ്. IPL കളിക്കുകയും പിന്നീട് USA നാഷണൽ ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച് കളിക്കുകയും ചെയ്ത താരമാണ്. അറിയില്ല. കളിക്കുകയും പിന്നീട് എന്തോ? അറിയില്ല. ഷിബിൻ മുകളിൽ. സാബിർ എത്ര അറിയോ? സാബിർ. ഉന്മുഖ് ചന്ദ് ശരിയാണ്. പാസിംഗ് ക്വസ്റ്റ്യൻ ആയിരുന്നു. 5 പോയിന്റാണ് ലഭിച്ചിരിക്കുന്നത്. സാബിറിന് 5 പോയിന്റ്. അടുത്ത ആള് സുനിൽ കുമാർ പാലക്കാട്. റെഡിയാണോ? സാർ. ചോദ്യമാണ്. IPL സഞ്ജു സാംസൺ ആകെ നേടിയ സെഞ്ചുറികൾ എത്ര? IPL സഞ്ജു സാംസൺ ആകെ നേടിയ സെഞ്ചുറികൾ എത്ര? 2 അല്ലെങ്കിൽ 1. 2. ഏതാണ് ആൻസർ? 4. ഹലോ, പറഞ്ഞോ. ആദ്യ ഉത്തരം പറഞ്ഞ ഞാനല്ലേ? വേറെ ആരാണ് പറഞ്ഞത്? 4 ആണ്. ഉത്തരം പറഞ്ഞത്? പറഞ്ഞു തോന്നുന്നു. വേറെ ആരോ ചെറിയ പറഞ്ഞു. അത് ഓഡിയൻസ് ആണോ? ഈ ഷാഹുൽ ഓഡിയൻസ് ആണോ സുഹൃത്തെ? ഷാഹുൽ ഹസ്ബുള്ള മൈക്ക് മ്യൂട്ട് ചെയ്യൂ. നിങ്ങളൊന്നും ഇല്ലല്ലോ. ഓഡിയൻസ് ഒക്കെ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ആ ക്വസ്റ്റ്യൻ മാറ്റി കൊടുത്തോളൂ സൈത്തോ. അല്ല, ഉത്തരം തെറ്റാണ്. ആയിക്കോട്ടെ, അത് ഉത്തരം തെറ്റാണ്. ഷിദാദ്. ഓക്കെ ശരി. ഷിദാദ്. 2. അല്ല. അടുത്തയാള് നിക്സൺ. 4. അല്ല. ദിൽജിത്ത്. 3. 3 ശരിയാണ്. 3 സെഞ്ചുറിയാണ് സഞ്ജു സാംസൺ എതിരെ നേടിയത്. ദിൽജിത്തിന് പാസിംഗിലൂടെ 5 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. അടുത്തയാള് ഡയറക്റ്റ് ആണ്.
എന്താ പറയാ, ഷിബിന്റെ കഴിഞ്ഞിട്ട് സാബിർ ഖാന്റെ അടുത്താണ് ചോദിക്കേണ്ടത്, പക്ഷെ അത് മാറ്റി ചോദിച്ചിട്ടുണ്ട്. എങ്ങനെ? ഷിബിന്റെ കഴിഞ്ഞിട്ട് ഓർഡറിൽ വരുന്നത് സുനിലല്ല, അതിന്റെ ഇടയിൽ വരുന്നത് സാബിർ ഖാൻ വരുന്നുണ്ട്. അപ്പൊ അത് ചോദിച്ചിട്ടില്ലല്ലോ ഡയറക്റ്റ്. അല്ല, സാബിർ 6ാമത്തെ പ്ലെയർ ആണ്, സുനിൽ 5ാമത്തെ പ്ലെയർ ആണ്. നേരത്തെ ഓർഡറിലല്ലേ? അതെ. അപ്പൊ 7-ന്ന് 6-ലേക്കല്ലേ വരേണ്ടത്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഡയറക്റ്റ്. അടുത്ത സാബിറിനോടാണെന്നല്ലേ ചോദ്യം അല്ലേ? അല്ല, ഇതിനു മുമ്പ് അതിന് കുഴപ്പമില്ല. അത് സാബിർ ഖാന്റെ അടുത്തായിരുന്നു ചോദിക്കേണ്ടത്. സുനിലാണ് എന്റെ മുന്നേ സാബിറിനോട് ചോദിക്കേണ്ടതായിരുന്നു. ഇനി ചോദിച്ചാൽ ഇനി സാബിനോട് ചോദിച്ചോളൂ. ആ വിഷയം സോൾവ് ആയില്ലേ സുഹിത്തെ? സാബിനോട് ചോദിച്ചാ പോരെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഷിബിൻ കഴിഞ്ഞ് സാബിറായിരുന്നു പറയേണ്ടത്. ഓക്കെ, അപ്പൊ അതിന് പകരം സുനിൽകുമാറിനോടാണ് ചോദിച്ചത് അല്ലേ? ഓക്കെ, അപ്പൊ സാബിറിനോട് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, കുഴപ്പമില്ല. സാബിർ റെഡിയാണോ? റെഡിയാണ്. ഇതാണ് മലയാളി താരമായ വിഘ്നേഷ് പുത്തൂർ ആകെ എത്ര വിക്കറ്റുകളാണ് ഇതുവരെ IPL-ൽ നേടിയത്? 7. അല്ല, നല്ല സാബിറിന്റെ മോളില് സുനിലല്ല സാർ. 4 വിക്കറ്റ് സാർ. 4 അല്ല. ഷിദാദ് 5 അല്ല. ഷിദാദ് കഴിഞ്ഞിട്ട് നിക്സൺ 6 കറക്റ്റ് ആണ്. ട്രാഫിക്കിലൂടെ ലഭിച്ച ചോദ്യമാണ്. 5 പോയിന്റ് ആണ് ലഭിച്ചിരിക്കുന്നത്. നിക്സൺ. ഡയറക്റ്റ് ഷിദാദിനോടല്ലേ? ഷിദാദ് റെഡിയാണോ? റെഡിയാണ്. ഓക്കെ, ചോദ്യമാണ്. IPL ചരിത്രത്തില് ആദ്യ പവർ പ്ലേയിൽ ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്ത ടീം ഏത്? IPL ചരിത്രത്തിലെ ആദ്യ പവർ പ്ലേ മീൻസ് ഒരു കളി തുടങ്ങുമ്പോഴുള്ള ആദ്യ പവർ പ്ലേ ആണ്, ആദ്യ കളിയിലെ അല്ല. IPL ചരിത്രത്തിലെ ആദ്യ പവർ പ്ലേയിൽ ഏറ്റവും കൂടുതൽ റൺ സ്കോർ ചെയ്ത ടീമാണ്. മുംബൈ ഇന്ത്യൻസ് അല്ല. ഷിദാദ് കഴിഞ്ഞ് നിക്സൺ. ചെന്നൈ സൂപ്പർ കിങ്സ്. അല്ല. ദിൽജിത്ത്. ഇതില് KKR എന്നുള്ള ഒരാൾ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ വെളിപ്പെടുത്തിയിട്ടുണ്ട് ആരോ. ആൻസർ കേൾക്കാറുന്നുള്ള ആരാ വെളിപ്പെടുത്തി? ഇല്ല, അതല്ല, ഇത് മ്യൂട്ട് നമുക്ക് ഹോസ്റ്റ് ചെയ്യുന്നവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലേ സാർ? ഓഡിയൻസിന്റെ ഇടയിൽ നിന്നാണ് പറയുന്നത്, ഉത്തരം പറയുന്നുണ്ട്. ആരാണ് പറഞ്ഞത്? ഇത് രണ്ടാമത്തെ ആണല്ലോ. ഇങ്ങനെ ശല്യം ചെയ്തത് ഇത് ആരാണേലും സിമ്പിളാന്ന് പറഞ്ഞതാ. സിമ്പിൾ ആണെന്ന് മെല്ലെ പറയാൻ മൈക്ക് ഓൺ ആക്കി വെച്ചെന്നാ തോന്നുന്നു സാർ. അല്ലാതെ ആരാന്ന് സുഹിത്ത് അങ്ങനെ ആവർത്തിക്കുന്നുണ്ട് പുറത്താക്കുക. ഈ ഗൂഗിൾ മീറ്റിൽ നിന്ന് റിമൂവ് ചെയ്യേ. ഞാൻ അത് കേട്ടോ. ഓക്കെ, ഇനി ആവർത്തിച്ചാൽ റിമൂവ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇപ്പൊ എന്തായാലും ഉത്തരം പറഞ്ഞതൊക്കെ തെറ്റാണ്. ഇപ്പൊ ആരോടായിരുന്നു ചോദിച്ചോണ്ടിരുന്നത്? ഇപ്പം ലാസ്റ്റ് നിക്സൺ അല്ലോ പറഞ്ഞേ? ഞാനാ പറയണ്ടേ? ഒന്നുകൂടി ക്വസ്റ്റ്യൻ പറയോ ചേട്ടാ? ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയോ? ആദ്യ പവർ പ്ലേയിൽ IPL ചരിത്രത്തിലെ ആദ്യ പവർ പ്ലേയില് ഏറ്റവും കൂടുതൽ റൺ സ്കോർ ചെയ്ത ടീം ഏത്? ചെന്നൈ സൂപ്പർ കിങ്സ് ആണോ? അല്ല. നൗഷാദ് ഇപ്പി. ഡെക്കാൻ ചാർജേഴ്സ്. അല്ല. സച്ചിൻ ദേവ്. അറിയോ? സച്ചിൻ ദേവ്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. അല്ല. അനീഷ് പാലക്കാട്. സൺറൈസേഴ്സ് ഹൈദരാബാദ്. സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ് ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്തത് പവർ പ്ലേയിൽ. 106 റൺസ്. ഓക്കെ, അടുത്തത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആരോടാണ്? നിക്സൺ ആണോ? ഷിദാദിനോടല്ല ഇപ്പൊ ചോദിച്ചത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നിക്സണോടാണ്. ആദ്യ IPL ലേലത്തിലെ മൂല്യമേറിയ താരമാര്? ആദ്യ IPL ലേലത്തിലെ മൂല്യമേറിയ താരം?
MS ധോണി. ധോണി ഉത്തരം ശരിയാണ്. ഡയറക്റ്റ് ചോദ്യം ആയതുകൊണ്ട് തന്നെ 10 പോയിന്റ് ലഭിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ദിൽജിത്ത്. ദിൽജിത്ത് റെഡിയാണോ? റെഡിയാണ്. ഓക്കെ. 2025 IPL ഫൈനൽ വേദി ഏതാണ്? 2025 IPL ഫൈനൽ വേദി ഏത് ഈ വർഷത്തെയാണോ ചോദിക്കുന്നത്? 2025. IPL ഫൈനൽ വേദിയാണോ? 2025 IPL ഫൈനൽ വേദി. ഇനി 5 സെക്കൻഡോടെ ഉള്ള. അഹമ്മദാബാദ്. അല്ലല്ല. അടുത്ത ആൾ നൗഷാദ് ഇപ്പി. നൗഷാദ് ഇപ്പി. നൗഷാദ് ഇപ്പി കേൾക്കുന്നുണ്ടോ? കൊൽക്കത്ത. കൊൽക്കത്ത ശരിയാണ്. പാസിംഗിലൂടെ ചോദ്യം ആയതുകൊണ്ട് 5 പോയിന്റാണ് ലഭിക്കുന്നത്. ഇനി നൗഷാദ് ഇപ്പിയുടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനോട് കൂടി നമുക്ക് 2 റൗണ്ടുകൾ പൂർത്തിയാകും. ചോദ്യം ഇതാണ്: IPL തുടർച്ചയായി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ പരാജയപ്പെട്ട ടീം. അതില് ഒന്ന് ഡൽഹിയാണ്, രണ്ടാമത്തെ ടീം. IPL തുടർച്ചയായി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ പരാജയപ്പെട്ട 2 ടീമുകളാണ്. അതിലൊന്ന് ഡൽഹി, രണ്ടാമത്തെ ടീം. ഡെക്കാൻ ചാർജേഴ്സ്. അല്ല. സച്ചിൻ ദേവ്. സച്ചിൻ. കിങ്സ് 11 പഞ്ചാബ്. അല്ല. അനീഷ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. അല്ല. പൂനെ വാരിയേഴ്സ്. പൂനെ വാരിയേഴ്സ് ആണ് ഉത്തരം. ശരിയാണ്. പൂനെ വാരിയേഴ്സും ഡൽഹി ഡെയർഡെവിൾസും ആയിരുന്നു. 2 ടീമുകളും 11 മത്സരം വീതമാണ് തുടർച്ചയായി പരാജയപ്പെട്ടത്. ഓക്കെ, അപ്പൊ നമ്മുടെ 2 റൗണ്ടുകൾ പൂർത്തിയായി. 2 റൗണ്ടുകൾ പൂർത്തിയായതിനു ശേഷമുള്ള പോയിന്റ് നില നമുക്കിപ്പോൾ കേൾക്കാം. 1 മിനിറ്റ് ബ്രേക്ക് കൊടുക്കാം. സുജിത്തേട്ടാ ശില്പ കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? ഓക്കെ. ഹലോ. ശില്പ പറഞ്ഞു. ഓക്കെ, പോയിന്റ് പറയാണ്. നൗഷാദ് ഇപി 25 points, ദിൽജിത്ത് 5 points, നിക്സൺ 25 points, then Shidat 10 points, Sunil Kumar 0 points, then Sabir 20 points, Shibin 5 points, Anish 10 points, Sachin Dev 5 points, Priestley 15 points. പോയിന്റിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? പോയിന്റ് കറക്റ്റ് അല്ലേ? മൂന്നാമത്തെ റൗണ്ട് എങ്ങനെയാണ്? മൂന്നാമത്തെ റൗണ്ട് ഡയറക്റ്റ് റൗണ്ട് ആണ്. ഒരാളോട് ഒരു ചോദ്യം, ഡയറക്റ്റ് ഉത്തരം പറഞ്ഞാൽ 10 പോയിന്റ്. പാസിംഗ് റൗണ്ട് 4 ഉണ്ടോ? ല്ല. പിന്നെ ഉത്തരം അല്ലെങ്കിൽ ഓഡിയൻസിലേക്ക് അല്ലെങ്കിൽ മത്സരാർത്ഥികൾക്ക് ഉത്തരം പറയാം. പക്ഷെ പോയിന്റ് അല്ല സുജി മാഷെ, 3 റൗണ്ടേ ഉള്ളൂ കളി? അല്ല, 4 റൗണ്ട് ഉണ്ട്. ഓക്കെ.
ഇനിയുള്ള രണ്ട് റൗണ്ട് ഉണ്ട്. മൂന്നാമത്തെ നാലാമത്തെ റൗണ്ടുകൾ. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് പോവാ. ഓക്കെ, ഇപ്പൊ പോയിന്റിൽ ആർക്കും കൺഫ്യൂഷൻ ഇല്ലല്ലോ. അടുത്ത ചോദ്യം നൗഷാദ് ഇപ്പി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ചോദിക്കട്ടെ? യെസ്. ഓക്കെ, ചോദ്യമാണ്. ചോദ്യമാണ്, ഇതുവരെ IPL കിരീടം നേടാൻ സാധിക്കാത്തതും എന്നാൽ 3 IPL ഫൈനലുകളിൽ പരാജയപ്പെടുകയും ചെയ്ത ടീം. റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ. റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ, ഉത്തരം ശരി. ഓക്കെ, അടുത്ത ചോദ്യം ദിൽജിത്ത്. ദിൽജിത്ത് കേൾക്കുന്നുണ്ടോ? ദിൽജിത്ത്. ഷാഹുലിന്റെ മൈക്കോണാണ്. ഷാഹുൽ. ദിൽജിത്ത് കേൾക്കാൻ കഴിയുന്നുണ്ടോ? ദിൽജിത്ത്. ദിൽജിത്ത്. അടുത്തത് നിക്സൺ റെഡിയാണ്. ദിൽജിത്ത് കേൾക്കുന്നുണ്ടോ? ദിൽജിത്ത്. അടുത്താളേക്ക് പോട്ടെ. ഓക്കെ, അടുത്ത ആളിലേക്ക് പോവാണ്. നിക്സൺ. റെഡി. ചോദ്യമാണ്, ഏറ്റവും വേഗമേറിയ പന്ത് IPL എറിഞ്ഞ താരമാര്. ഏറ്റവും വേഗമേറിയ പന്ത് IPL എറിഞ്ഞ താരമാര്. ഉംറ മാലിക്. അല്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, പാസിംഗ് ഉള്ളതല്ല. അതുകൊണ്ട് ഓഡിയൻസിന് പറയാം, പിന്നെ പറയാം. ഓഡിയൻസിന് ആർക്കെങ്കിലും അറിയാം ഉത്തരം? ഓക്കെ, ഇനി ആർക്കും പറയാം, മത്സരാർത്ഥികൾക്കും പറയാം. ഏറ്റവും വേഗമേറിയ ഷോൺ ടൈറ്റ്. ഉത്തരം ശരിയാണ്. സുചേട്ടാ, ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ദിൽജിത്ത് നേരത്തെ റേഞ്ച് പോയിട്ട് വൈഫൈ കട്ടായി പോയതാണ്. ഓക്കെ. അപ്പൊ അടുത്ത ചോദ്യം ദിൽജിത്തിനോടാട്ടോ. ഇനി പോരുതേ. ഓക്കെ. ഇപ്പൊ ചോദ്യം ഇതാണ്, IPL ഏറ്റവും കൂടുതൽ നോ ബോൾ എറിഞ്ഞ താരമാര്. IPL ഏറ്റവും കൂടുതൽ നോ ബോൾ എറിഞ്ഞ താരമാര്. നോ ബോൾ എറിഞ്ഞ താരം മലിംഗ. അല്ല. ഓഡിയൻസിൽ ആർക്കെങ്കിലും ഉത്തരം അറിയോ? പറയാം, അല്ലെങ്കിൽ മത്സരാർത്ഥികൾക്ക് പറയാം. IPL ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നോ ബോൾ എറിഞ്ഞ താരം ആർക്കും പറയാം കേട്ടോ. ആരെങ്കിലും ഗസ് ചെയ്യുന്നുണ്ടോ? ആർക്കും ഉത്തരം പറയാം, മത്സരാർത്ഥികൾക്കും പറയാം. ഓക്കെ, ഉത്തരം ഞാൻ പറയാം. ഉത്തരം ബുംറയാണ് IPL ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നോ ബോൾ എറിഞ്ഞിട്ടുള്ളത്. അടുത്ത ചോദ്യം ഷിദാദ് റെഡിയാണോ? ഷിദാദ് റെഡിയാ. റെഡി. ചോദ്യമാണ്, IPL ആദ്യമായിട്ട് 100 വിക്കറ്റ് നേടിയ താരം. IPL ആദ്യം 100 വിക്കറ്റ് നേടിയ താരം. അമിത് മിശ്ര. അല്ല. ആർക്കും ഉത്തരം പറയാതെ? ലസിത് മലിംഗ. ഉത്തരം എന്താ?
മലിംഗാണ് പറഞ്ഞത്. ഓക്കെ, മലിംഗയാണ് ഉത്തരം ശരിയാണ്. മലിംഗ ഉത്തരം ശരിയാണ്. ഓക്കെ, അടുത്തയാള് സുനിൽ ഓക്കെ സാർ, റെഡിയാണ്. കുമാർ പാലക്കാട്. ഇതാണ് IPL ഒരു മത്സരത്തിൽ ആദ്യ ഓവർ 6 സ്കോറുകൾ നേടിയ താരമാര്. IPL ഒരു മത്സരത്തിൽ ആദ്യ ഓവർ 6 സ്കോറുകൾ നേടിയ താരമാര്. 6 ബോളിൽ 6 സ്കോർ നേടിയ താരമാര്. ഡിവിലിയേഴ്സ് ആണ്. അല്ല, AB ഡിവിലിയേഴ്സ് അല്ല. ആർക്കെങ്കിലും ഉത്തരം പറയുമോ? വീരേന്ദർ സെവാഗാണോ? അല്ല. ഉത്തരം പറയുവാണെങ്കിൽ ഉത്തരം പ്രത്യൂഷ. 6 സ്കോർ നേടിയത് പ്രത്യൂഷ. ഇത് കൂടാണ്ട് ഒരു പ്ലെയറും കൂടി 6 സ്കോറുകൾ നേടിയിട്ടുണ്ട്. പക്ഷെ ആദ്യ ഓവറിലല്ല, അജിങ്ക്യ രഹാനെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ സാബിർ. ഓക്കെ, ചോദ്യമാണ്, ഒരു IPL സീസണിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരമാര്. ഒരു IPL സീസണിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരമാര്. ബ്രാവോ അല്ല. ഹർഷൽ പട്ടേലാണോ? ഹർഷൽ പട്ടേലാണ് ഉത്തരം. അല്ല, ബ്രാവോ നേടിയിട്ടുണ്ടല്ലോ 32 വിക്കറ്റ്. ബ്രാവോ ഹർഷൽ പട്ടേൽ സമമാണ്. അവര് ഈക്വലാണ്, രണ്ടുപേരും ഈക്വലാണ്. 2021 ഒരാള് നേടി, ഹർഷൽ പട്ടേൽ 2013 ബ്രാവോ ഉത്തരവായിട്ട് വരുന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയ ആൻസർ ഹർഷൽ പട്ടേലാണ്. ബ്രാവോയിൽ 32 ഓവർ രണ്ടും ശരിയാണ്, പക്ഷേ രണ്ടുപേരും ഈക്വൽ ആണ്. രണ്ടാളെ പേരും അങ്ങനെ ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് സാബറിന് മാർക്ക് കൊടുക്കുക. ഓക്കെ, അടുത്ത ചോദ്യം ഷിബിൻ റെഡിയാണ്? ഷിബിനോടുള്ള ചോദ്യമാണ്, IPL ചരിത്രത്തിലെ ഏറ്റവും ലോങ് സിക്സ് അടിച്ച താരം. IPL ചരിത്രത്തിലെ ലോങ് സിക്സ്, ഏറ്റവും നീളമുള്ള സിക്സ് അടിച്ച താരം. MS ധോണി. അല്ല. ആർക്കെങ്കിലും അറിയോ? ആൽബി മോർക്കൽ. ക്രിസ് ഗെയിൽ. ആൽബി മോർക്കൽ 106 മീറ്റർ. ക്രിസ്ലി റെഡിയാണോ? ചോദ്യമാണ്, നിലവിലുള്ള 10 ടീമുകളിൽ 2 ടീമുകൾ മാത്രമാണ് ഇതുവരെയും IPL ഫൈനലിൽ എത്താത്തത്. അതിലൊന്ന് ലക്നോ സൂപ്പർ ജയൻസ് ആണ്. രണ്ടാമത്തെ ടീം നിലവിലുള്ള 10 ടീമുകൾ ഇതുവരെയും ഫൈനൽ കളിക്കാത്ത 2 ടീമുകളിൽ ഒന്ന് ലക്നോ സൂപ്പർ ജയൻസ് ആണ്. രണ്ടാമത്തെ ടീം ഏത്? ഗുജറാത്ത് ടൈറ്റൻസ്. അല്ല. കൊച്ചിൻ ടസ്കേഴ്സ് ആണോ? അല്ല, നിലവിലുള്ള 10 ടീമുകൾ. ബാംഗ്ലൂർ റോയൽ ചാലഞ്ചേഴ്സ്. പഞ്ചാബ് കിങ്സ് ആണോ? ബാംഗ്ലൂർ പഞ്ചാബാണ് ഉത്തരം. ബാംഗ്ലൂർ 3 തവണ ഫൈനലിൽ വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചോദ്യം ചോദിച്ചു. ലക്നൗ. പഞ്ചാബ് ഉത്തരം ശരി. ആരോ പറഞ്ഞു പഞ്ചാബാണ്. അല്ല, പഞ്ചാബ് ഒരു ഫൈനൽ കളിച്ചിട്ടുണ്ട്. പഞ്ചാബ് 2014 പഞ്ചാബ് 2014 ഫൈനൽ കളിച്ചിട്ടുണ്ട് കൊൽക്കത്തനായിട്ട്. ലക്നൗ ആണ്. അവര് തോറ്റു വന്നു. എനിക്ക് കിട്ടിയ ഇങ്ങനെ ആയിരുന്നു. എന്നാ ഞാൻ ആ ക്വസ്റ്റിന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വേറെ ചോദ്യം മാറി ചോദിക്കാം. അല്ല, ഫൈനലിൽ കയറിയതല്ലേ? ബാക്കി എല്ലാരും വന്നിട്ടുണ്ട്. ഒരു മിനിറ്റ് ശരി, നമുക്ക് ആ ചോദ്യം മാറ്റാം. മാറ്റിത്തരാം. 2016 കളിച്ചിട്ടുണ്ടെന്നാണ് പറയണേ.
14 2014 കൊൽക്കത്ത ആയിരുന്നു അന്ന് വിന്നർ. 2014 കളിച്ചതാണ്. കൊൽക്കത്തയും അവരുമായിരുന്നു കളി. അവരെ തോൽപ്പിച്ചാണ് കൊൽക്കത്ത 2ാം തവണ ചാമ്പ്യന്മാരായത്. ചോദ്യം മാറ്റിത്തരാം. ചോദ്യം ഇതാണ്, പ്രിസ്ലിയോട് തന്നെയുള്ള ചോദ്യം. തുടർച്ചയായി ഏറ്റവും കൂടുതൽ വിജയം കൈവരിച്ച IPL ടീം ഏത്? തുടർച്ചയായി ഏറ്റവും കൂടുതൽ വിജയം കൈവരിച്ച IPL ടീം ഏത്? പഞ്ചാബ് കിങ്സിലോ? അല്ല. ആർക്കെങ്കിലും ഉത്തരം അറിയോ? ചെന്നൈ സൂപ്പർ കിങ്സ്. അല്ല. സൺറൈസേഴ്സ് ഹൈദരാബാദ്. ചെന്നൈ ആണ്. അല്ല. സൺറൈസേഴ്സ് ഹൈദരാബാദ്. അല്ലല്ല, കൊൽക്കത്തയാണ് ഉത്തരം. ഈ അടുത്തിടയ്ക്കാണ് അത് ബ്രേക്ക് ആയത്. രാജസ്ഥാനാണ് അത് ബ്രേക്ക് ചെയ്തതെന്നാണ് തോന്നുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. അനീഷ് പാലക്കാട്. റെഡിയാണോ? ഓക്കെ ഏട്ടാ, റെഡിയാണ്. റെഡി. ചോദ്യം ഇതാണ്, IPL ഉദ്ഘാടന സീസണില് ഡൽഹി ഡെയർ ഡെവിൾസിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? IPL ഉദ്ഘാടന സീസണിൽ ഡൽഹി ഡെയർ ഡെവിൾസിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? വീരേന്ദ്ര സേവാഗ്. ശരിയാണ്. സച്ചിൻ ദേവ്. സച്ചിൻ ഉണ്ടോ? സച്ചിൻ ഉണ്ടോ? സച്ചിൻ ദേവ്. സച്ചിൻ ഉണ്ട്, പക്ഷെ വീഡിയോ ഓൺ ആക്കി വെച്ചിരിക്കുകയാണ്. സച്ചിനെ കേൾക്കാൻ കഴിയുന്നുണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ സച്ചിനോട് തന്നെയായിരുന്നു. 2 ക്വസ്റ്റ്യൻ അടുപ്പിച്ചുണ്ട്. സച്ചിനുണ്ട്, പക്ഷെ മ്യൂട്ടാണ്, ക്യാമറ മാത്രമേ ഓണുള്ളൂ. ഓക്കെ, അപ്പൊ സച്ചിനോടുള്ള ക്വസ്റ്റ്യൻ 3rd റൗണ്ടിൽ ഇത് ചോദിക്കാൻ സച്ചിൻ മ്യൂട്ടാണ്. 4th റൗണ്ടിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനും സച്ചിനോട് തന്നെയാണ്. സച്ചിൻ ഉണ്ടോ? അൺമ്യൂട്ട് ചെയ്യുന്നില്ലെങ്കിൽ മാറ്റിയേക്ക്. ഇല്ല, സച്ചിൻ ഇപ്പോ ഓക്കെ, ഇനി ഈ റൗണ്ടില് ആരെയും തിരിച്ച് അവസരം. ഓക്കെ, അടുത്തോട് ചോദിച്ചോളൂ. അടുത്ത അനീഷ് പാലക്കാട്. റെഡിയാണ്? അനീഷ് പാലക്കാടിന് 4ാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യത്തെ ആളായിരുന്നു സച്ചിന് റേഞ്ച് ഇല്ലാത്തതിന്റെ ആണോ എന്തോ പ്രശ്നം പറ്റുന്നില്ല. അടുത്ത് അനീഷ് പാലക്കാടിനോട് ചോദിക്കുകയാണ് 4ാമത്തെയും അവസാനത്തെയും ക്വസ്റ്റ്യൻ. 4ാമത്തെ റൗണ്ടിലെ അനീഷിനോടുള്ള അവസാനത്തെ ക്വസ്റ്റ്യൻ. റെഡിയാണോ? ഓക്കെ ഏട്ടാ, റെഡിയാണ്. ചോദ്യമാണ്, ഏറ്റവും കൂടുതൽ IPL ഫ്രാഞ്ചൈസികൾക്കായി കളിച്ച കളിക്കാരൻ ആരാണ്? ഏറ്റവും കൂടുതൽ IPL ഫ്രാഞ്ചൈസികൾക്കായിട്ട് കളിച്ച കളിക്കാരൻ ആരാണ്? ധോണി. അല്ല. ഓഡിയൻസ് ഉത്തരം അറിയോ? ദിനേശ് കാർത്തിക്. അല്ല. ഡിവില്ലിയേഴ്സ് ആണോ? ബ്രാവോ. ആരോൺ ഫിഞ്ച് ആണോ? ഡിവില്ലിയേഴ്സ് ആണോ? ആരോൺ ഫിഞ്ച്. ഓക്കെ, അടുത്ത ചോദ്യം. പ്രിസ്ലി. റെഡിയാണോ? റെഡിയാണോ? ഓക്കെ, ചോദ്യമാണ്, IPL ഏറ്റവും പ്രായം കുറഞ്ഞ ക്യാപ്റ്റനായ താരമാര്? IPL ഏറ്റവും പ്രായം കുറഞ്ഞ ക്യാപ്റ്റനായ താരമാര്? കോഹ്ലി. പ്രിസ്ലി തന്നെയല്ലേ ഉത്തരം പറഞ്ഞത്? ഞാൻ സൗണ്ട് വേറെ പോലെ തോന്നിട്ടോ. അല്ലേ? ഓക്കെ. ഓക്കെ, ഉത്തരം ശരിയാണ്. ഡയറക്റ്റ് 10 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, ഷിബിൻ. ഉണ്ട്.
ചോദ്യം ഇതാണ്, IPL ചരിത്രത്തിൽ ആദ്യമായി റിട്ടയർഡ് ഔട്ട് ആവുന്ന ആദ്യ താരമാര്. IPL ചരിത്രത്തിൽ ആദ്യമായി റിട്ടയർഡ് ഔട്ട് ആവുന്ന ആദ്യ പ്ലെയർ ആര്? സുരേഷ് റെയ്ന. അല്ല. ആർക്കെങ്കിലും അറിയോ റിട്ടയർഡ് ഔട്ട് ആവുന്ന ആദ്യ താരം? തിലക് വർമ്മയാണോ? അല്ല. ഉത്തരം രവിചന്ദ്ര അശ്വിൻ. രാജസ്ഥാന് വേണ്ടി കളിക്കുന്ന സമയത്താണ് റിട്ടയർഡ് ഔട്ട് ആവുന്നത്. അടുത്ത ചോദ്യം, താബിർ. ചോദ്യം ഇതാണ്, പർപ്പിൾ ക്യാപ്പ് കരസ്ഥമാക്കിയ ആദ്യത്തെ അൺക്യാപ്ഡ് പ്ലെയർ ആരായിരുന്നു? പർപ്പിൾ ക്യാപ്പ് കരസ്ഥമാക്കിയ ആദ്യത്തെ അൺക്യാപ്ഡ് പ്ലെയർ ആരായിരുന്നു? അറിയോ? ഹർഷൽ പട്ടേൽ. ശരിയാണ്. ഡയറക്റ്റ് 10 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. അടുത്ത ആള് സുനിൽകുമാർ പാലക്കാട്. റെഡിയാണോ? ഓക്കെ സർ. ചോദ്യം ഇതാണ്, IPL ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയത് ക്രിസ് ഗെയിലാണ്. ഏത് ടീമിനെതിരെയാണ് ഈ നേട്ടം അദ്ദേഹം കൈവരിച്ചത്? കേട്ടിട്ടില്ല. കൊൽക്കത്തക്കെതിരെയാണ്. അല്ല. പൂനെക്കെതിരെ. പൂനെ വാരിയേഴ്സ്. 2013. ഓക്കെ. ഓക്കെ, അടുത്ത ചോദ്യം ഷിദാദ്. റെഡിയാണോ? ചോദ്യം ഇതാണ്, IPL ഏറ്റവും ഉയർന്ന പാർട്ട്ണർഷിപ്പായ 229 റൺസ് നേടിയത് ആരൊക്കെയാണ്? വാർണറും പിന്നെ ബേസ്റ്റോയും. അല്ല. വിരാട് കോഹ്ലി, ABD വില്ലേഴ്സും. വിരാട് കോഹ്ലി, ABD വില്ലേഴ്സ് ആണ്. ആണ്. 60 ബോൾ 229 അടിച്ച മുംബൈക്കെതിരെ 2016. ഗുജറാത്തിനെതിരല്ലടാ, ഗുജറാത്തിനെതിരെ. സോറി, ഗുജറാത്ത് ലയൺസിനെതിരെ. നിക്സൺ. റെഡിയാണോ? നിക്സൺ. റെഡിയാണ്. ഓക്കെ, ചോദ്യം വരികയാണ്. ചോദ്യം ഇതാണ്, ഏത് ഫ്രാഞ്ചൈസിയുടെ ഹോം ഗ്രൗണ്ട് ആണ് M ചിന്നസ്വാമി സ്റ്റേഡിയം? RCB ബാംഗ്ലൂർ. ശരിയാണ്. കേട്ടില്ല. ഉത്തരം ശരിയാണ്. ഡയറക്റ്റ് 10. നൗഷാദ് ഇപ്പി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. IPL സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ആരാണ്? ലളിത് മോഡി. ഡയറക്റ്റ് 10 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ 4 റൗണ്ടുകൾ പൂർത്തിയായി. എന്നോട് ചോദിച്ചിട്ടില്ല. ദിൽജിത്തിനോട് ചോദിച്ചില്ലേ? ഇല്ല. ദിൽജിത്തിനോടുള്ള ചോദ്യം ഇതാണ്, ഒരു മിനിറ്റ് ഇപ്പൊ ചോദിക്കാൻ കേട്ടോ. ഞാൻ കഴിഞ്ഞ ഓർത്ത് ബാക്ക് അടിച്ചു പോയതാണ്. ദിൽജിത്തിനോടുള്ള ചോദ്യമാണ്. കേൾക്കാമോ? കേൾക്കാം.
വേറെ ആർക്കും മൈക്കോണാണ്. വേറെ ആരുടെയും കൂടി മൈക്ക് ഓൺ ആണ് ആരുടെ ഒരാളുടെ. ഓക്കെ, ചോദ്യം ഇതാണ്. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന IPL സീസണിൽ ഏറ്റവും കൂടുതൽ റൺസായ വ്യക്തിഗത സ്കോർ നേടിയ താരം അഭിഷേക് ശർമ്മയാണ്. എത്ര റൺസാണ് അദ്ദേഹം നേടിയത്? നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന IPL ഏറ്റവും ഉയർന്ന സ്കോർ നേടിയത് അഭിഷേക് ശർമ്മയാണ്. എത്ര റൺസാണ് നേടിയത്? 125 അല്ല, 141. 141 ഉത്തരം. സുജിത്തേട്ടാ കേൾക്കുന്നുണ്ടോ? പറഞ്ഞോ. പിന്നെ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചില്ലേ, കുറെ സൈറ്റിൽ കാണുന്ന IPL ഏറ്റവും കൂടുതൽ ഡോട്ട് ബോൾ പറഞ്ഞത് ഹർഭജൻ സിംഗ് എന്നാ പറയുന്നത്. പക്ഷെ ഉത്തരം ഇത് പറഞ്ഞത് ഭുവനേശ്വർ എന്നാ ഉത്തരം പറഞ്ഞിട്ടുള്ളൂ. സുജിത്തേട്ട് ശരി, ഭുവനേശ്വർ കുമാർ ഉത്തരം പറഞ്ഞിട്ടുള്ളൂ. എത്ര ഡോട്ട് ബോൾ എറിഞ്ഞു നോക്കി. ഞാൻ ഹർഭജൻ സിംഗ് 1200 മേലെ ഡോട്ട് ബോൾ ചേർന്നിട്ടുണ്ട്. ഭുവനേശ്വർ അതിലും മുകളിൽ എറിയിട്ടുണ്ട്. അതാണ് എനിക്ക് കിട്ടിയ അറിവ്. ഞാൻ അതും ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ അതിനിപ്പോ ശില്പ പോയിന്റ് കണ്ടിട്ട് കണക്ക് കൂട്ടുക. അതിനിപ്പോ ഞാൻ അതിന്റെ ഉത്തരം പറയാം. ശില്പ പോയിന്റ് കൂട്ടണേ. സുജിത്തേട്ടാ റെഡിയാണ്. ഒരു മിനിറ്റ്, നേരത്തെ സാബറിനോട് ചോദിച്ച ഒരു ചോദ്യത്തിന് ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നല്ലോ. അതൊന്ന് കറക്റ്റ് ചെയ്യുന്നാല്. ഒന്ന് കറക്റ്റ് ചെയ്യാം. ഹർഭജൻ സിംഗ് 1312 ഡോട്ട് ബോളേ ഉള്ളൂ. ഭുവനേശ്വർ 1738 ഡോട്ട് ബോൾ ഉണ്ട് കേട്ടോ. ഭുവനേശ്വർ തന്നെയാണ്. അത് ഭുവനേശ്വർ തന്നെ ആയിരിക്കും എന്തായാലും. ഹർഭജനൊക്കെ കളി നിർത്തിയിട്ട് കുറച്ചായല്ലോ. ഇനി ഹർഷദ് പട്ടേൽ. ചോദ്യം എന്തായിരുന്നു? സാബറിനോട് ചോദിച്ചത് ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത ആളല്ലേ? അതെ, ഇത് രണ്ടുപേരും ഈക്വലും ആണ്. കാരണം RCB ഫൈനല് കളിക്കാത്തോണ്ട് 32 ശരി മോനെ വിക്കറ്റ്. നോക്കട്ടെ. ഷാവുലെ നോക്കട്ടെ. ഓക്കെ, ബ്രാവോയും 32 കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ സാബറിന് അത് പോയിന്റ് കൊടുക്കുക. ഹർഷദ് പട്ടേലും ഉണ്ട്, ബ്രാവോയും ഉണ്ട്. ശില്പ അത് 10 പോയിന്റ് കൊടുക്കണേ സാബറിനെ. ഇനി നേരത്തെ ഡിസ്പ്ലേയോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നല്ലോ, അതിലൊരു സംശയം പറഞ്ഞിരുന്നില്ലേ? അതുകൊണ്ട് പഞ്ചാബ് 2014 ഫൈനൽ വന്നിട്ടുണ്ട്. അത് തിരുത്തി പറഞ്ഞില്ല, അത് വേറെ ചോദ്യം ചെയ്തു. പിന്നെ എന്തോ ഒരു അത് മാറ്റിയത്. അല്ലാതെ ഈ IPL ഏറ്റവും കൂടുതൽ കിരീടം നേടിയ രോഹിത് ശർമ്മ അല്ലാണ്ട് വേറെ ആൾ അങ്ങനെ ചോദ്യം വന്നില്ലായിരുന്നോ? അമ്പാട്ടി റായിഡു. അത് അമ്പാട്ടി റായിഡു പ്രശ്നം പറഞ്ഞില്ലല്ലോ. CSKക്കും മുംബൈക്കും കളിച്ചിട്ടുണ്ട്. അപ്പൊ അത് ആവാൻ സാധ്യത ഉണ്ട്. അവർക്ക് രണ്ടുപേർക്കുമാണ് അവൻ കളിച്ചിട്ടുണ്ട്. മുംബൈക്കും ചെന്നൈക്കും വേണ്ടി കളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന് കുഴപ്പമില്ലല്ലോ. ശരി, ഓക്കെ. അപ്പൊ ശില്പ എന്നാ പോയിന്റ് പറഞ്ഞു. പോയിന്റ് നൗഷാദ് EP 45 points. Then Diljit 5 points. Nixon 35 points. Siddharth 10 points. Sunil Kumar 0 points. Sabir 40 points. Shibin 5 points. Priestley 25 points. Anish 20 points.
ഇതില് ആദ്യം 3 പൊസിഷനിൽ വരുന്നത് നൗഷാദ് EP 45, സാബിർ 40, then നിക്സൺ കേസ് 35. ടൈമില്ല. ടൈമില്ല. ഇല്ല, അപ്പൊ ഈ 3 പേരെ എടുത്താൽ മതി. ഹലോ സുഹിതേ, അപ്പൊ ഈ 3 പേരെ അപ്പൊ ഈ 3 പേരെ നമുക്ക് സെലക്ട് ചെയ്യാം. ഈ 3 പേരെ നമുക്ക് സെലക്ട് ചെയ്യാം, അല്ലേ? അപ്പൊ എന്തായാലും ഈ ഒരു 4 റൗണ്ട് മത്സരത്തിൽ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന കാര്യം നമുക്ക് കിട്ടുന്ന സോഴ്സും പലയിടത്തുനിന്നും പല ഇതാണ്. അപ്പൊ അതിൽ എന്തെങ്കിലും കുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ. അപ്പൊ ഇനി നമുക്ക് ഫൈനൽ മത്സരത്തിൽ കാണാം. ശനിയാഴ്ചയാണ് ഫൈനൽ മത്സരം. പ്രിയമുള്ളവരെ, അപ്പൊ എല്ലാവർക്കും നന്ദി. ഇന്നത്തെ മത്സരത്തിന്റെ ഇടയിലൊന്നും വരാൻ പറ്റിയില്ല, അല്പം ഞാൻ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലാണ്, സദയം ക്ഷമിക്കണം. അപ്പോ ഫൈനൽ വളരെ മികച്ചതാക്കുന്നതിന് വേണ്ടി ശനിയാഴ്ച 7:25 കൂടി തന്നെ നമ്മുടെ മീറ്റ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പം പങ്കെടുത്ത് വിജയിച്ച എല്ലാ മത്സരാർത്ഥികളെയും പങ്കെടുത്ത മറ്റു മത്സരാർത്ഥികളെയും ഹൃദയത്തോട് ചേർത്ത് അഭിവാദ്യം ചെയ്ത് യൂത്ത് ഫോർത്തിന് വേണ്ടി പ്രത്യേക നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിച്ചായിട്ട് അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. സാബിറേ, ഞാൻ വിചാരിച്ചു മോനെ, ഞാൻ പെട്ടുപോയെന്ന് വിചാരിച്ചു. പാസിംഗ് ഒക്കെ നിന്റെ അവിടുന്ന്. ഭാഗ്യത്തിന് നീ ഷെയ്ൻ വാട്സനെ പറയാനേ ഭാഗ്യായി. എടാ, എത്ര ചാൻസ് കിട്ടിയൊക്കെ എല്ലാരും ഷെയ്ൻ വോൺ അത് ഇത്. ഇനിയിപ്പോ വാട്സൺ മാത്രമേ ഉള്ളൂ പറയാത്തത് ശരിക്കും. ഞാൻ സുഹൈൽ തൻവീർ പറഞ്ഞാലോന്ന് ആലോചിച്ചു. തൻവീർ അന്ന് പർപ്പിൾ ക്യാപ്പ് കിട്ടി, പക്ഷെ സീരീസ് മറ്റാണ് കിട്ടി. ഷോൺ മാർഷ് വേറെ ആരോ പറഞ്ഞു. പക്ഷെ എനിക്ക് എന്നോട് ചോദിക്കുന്ന ചോദ്യം എനിക്ക് കിട്ടണില്ല, ബാക്കിയുള്ളവരുള്ള ചോദ്യം എനിക്ക് കിട്ടണം. എനിക്ക് അങ്ങനെ ഒന്ന് കിട്ടിയില്ല, പക്ഷെ അതിന് പകരം ബാക്കി 2 കിട്ടി. 2 ഡയറക്റ്റ് കിട്ടി. 3 വട്ടം ഡയറക്റ്റ് കിട്ടി, 1 വട്ടം കിട്ടിയില്ല. പക്ഷെ 3 or 4 പാസിംഗ് കിട്ടി. പറഞ്ഞാണ് കിട്ടണ്ടേ പേര്. ഏതായാലും കിട്ടിയില്ല സാബിറേ. ഒരു മിനിറ്റ് സൈലന്റ് ആണ്. ഞാൻ ആ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യട്ടെ.